എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അല്ലാഹു തആല തന്ന ഈമാൻ അത് കളഞ്ഞു കളിക്കണ്ട. ഈമാൻ നഷ്ടപ്പെടുത്തുന്ന വാക്ക് പറയണ്ട, ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി ചെയ്യണ്ട. ഈമാൻ ഉതകുന്ന നിസ്കാരവും അതുപോലെയുള്ള മറ്റൊരുപാട് സൽക്കർമ്മങ്ങളും അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. അത് ഈ ദുനിയാവ് കഴിഞ്ഞ് ആഖിറത്തിലുള്ള ഒരു ജീവിതമുണ്ട്, അവിടെ നമുക്ക് അല്ലാഹു തആല തരുന്നതാണ്. അതിനുള്ള പ്രതിഫലം തരാൻ വേണ്ടി അല്ലാഹ് നിശ്ചയിച്ചതാണ് ഈ ഭൂമിക്കൊരു അന്ത്യം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഖുർആൻ നിങ്ങൾ നോക്കൂ, അവിടെ നിങ്ങൾക്ക് കാണാം 3 കാര്യങ്ങളിലാണ് ഖുർആൻ നമ്മളെ പ്രധാനമായും ശ്രദ്ധിപ്പിക്കുന്നത്. ഒന്ന്, ഏകനായ അല്ലാഹുവിനെ സംബന്ധിച്ച് ആ റബ്ബ് തആല ഒരിക്കലും സൃഷ്ടി സമാനനല്ല. സൃഷ്ടികളെ കൊണ്ട് വരച്ചുണ്ടാക്കാൻ പറ്റിയ അതേ കരവിരുതിൽ വിരിയുന്ന ഒരു സാധനമല്ല. ആരെ കൊണ്ട് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവനല്ല റബ്ബ്. ആ റബ്ബ് തആല സൃഷ്ടികളോട് സമാനനാകൂല. അവൻ അജയ്യനാണ്, അവൻ അസീസാണ്, ഹകീമാണ്. ഈ വിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏകത്വം അത് പഠിപ്പിച്ചു തരാൻ ഈ ഭൂമിയെ അല്ലാഹ് നമുക്ക് തെളിവായി തന്നിട്ടുണ്ട്, ആകാശത്തിന് അല്ലാഹ് തെളിവായി തന്നിട്ടുണ്ട്. നിന്റെ ശരീരത്തിന് തന്നെ അള്ളാഹു നിനക്ക് തെളിവാക്കി തന്നതാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നിന്റെ ശരീരത്തിലുള്ള ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകളിലേക്ക് നീ ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചിന്തിക്കാനും പഠിക്കാനും മാത്രമുള്ള തെളിവുണ്ട്. ഹൈടെക് ഹോസ്പിറ്റലുകള് നിന്റെ ഏത് വശത്തും ഉണ്ടായിരിക്കാം. എവിടൊക്കെ നിനക്ക് എന്തെല്ലാം വേദികളുണ്ടോ അവിടെയൊക്കെ നിനക്ക് സംരക്ഷണത്തിനാൾ ഉണ്ടായിരിക്കാം. പെട്ടെന്നതാ നിനക്കൊരു വേദന വരുന്നു, അതേ നീ കിടന്ന് പെടയുന്നു. ഹാർട്ടിന്റെ പമ്പിങ് അങ്ങ് നിന്ന് പോയാൽ ഒരു ഡോക്ടറെ കൊണ്ടും സഹോദരങ്ങളെ തിരിച്ചു തരാൻ കഴിയില്ല. ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനൈദിൻ തൻദുറൂൻ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ നീ എന്തേ നോക്കി നിൽക്കുന്നു? നിന്റെ ഡോക്ടർമാർ എവിടെ? നിനക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ എവിടെ? മുഴുവനും നിനക്ക് ഉപയോഗപ്പെടുത്താനുള്ള കാശ് നിന്റെ കയ്യിലില്ലേ? എല്ലാവരും നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനും തയ്യാറല്ലേ? പക്ഷേ റബ്ബ് തആല തീരുമാനിച്ച സമയമെത്തിയപ്പോ നിന്റെ റൂഹ് പിടികൂടപ്പെടുന്നു. കളിത്താരം കളി ഗ്രൗണ്ടിൽ കടന്നുകൊണ്ട് മരിക്കുന്നു. അതേ പ്രസംഗിക്കുന്നവൻ പ്രസംഗത്തിനിടയിൽ മരിക്കുന്നു, എഴുതുന്നവൻ എഴുതുന്നതിനിടയിൽ മരിക്കുന്നു. ഇത് നമ്മൾ കാണുന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. ഒരു ഹൈടെക് ഹോസ്പിറ്റലുകാരനും അതേ ഏറ്റവും വലിയ വിചക്ഷണരായ ഡോക്ടേഴ്സും അവരെ കൊണ്ടൊന്നും തന്നെ നമ്മുടെ ശരീരത്തിനെ അതേ റൂഹിനെ തിരിച്ചു തരാൻ കഴിയില്ല. അതാണ് ഖുർആന ചോദിക്കുന്നത്, ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ. എന്തേ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നില്ലേ നിങ്ങളുടെ ഡോക്ടർക്ക്? എന്തേ നിങ്ങളുടെ ഡോക്ടർമാരെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ സഹോദരങ്ങളെ, മറുപടി അല്ലാഹു തആല തന്നെ പറഞ്ഞു, കഴിയില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും തന്നെ കഴിയില്ല. ഇത് പറഞ്ഞ് അള്ളാഹുവിന്റെ കഴിവ് നമ്മുടെ ശരീരത്തിൽ തന്നെ അല്ലാഹു തആല നടപ്പിൽ വരുത്തും നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന കേസാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അതേ പ്രകാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിലുള്ള വിശ്വാസവും പുനർജന്മത്തിലുള്ള വിശ്വാസവും രൂഢമൂലമാക്കി തരുന്നതിന് വേണ്ടി ഖുർആൻ പേജുകൾ ഉപയോഗപ്പെടുത്തിയത് കാണാം. എല്ലാവരും ആ വിശ്വാസത്തിലും ആ ദൃഢീകരണത്തിലും നമ്മുടെ ജീവിതം നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.